നിയോഗത്താലി. രചന അവതരണം മിത്രവിന്ദ. പാർവതിയുടെ ഏട്ടൻ ബാംഗ്ലൂരിലാണ് പഠിക്കുന്നത്. മെഡിസിന്. നെറ്റിയില് ചെറിയ സ്ക്രാച്ചും പിന്നെ കാല് ചെറുതായിട്ട് ഒടിഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഉം ഇപ്പൊ ഓക്കെ ആയല്ലോ അല്ലേ? അതെ. എങ്കി ശരി, താൻ ചെല്ല്. അതർവത് പറഞ്ഞതോടെ ശ്രീനന്ദ മുറി വിട്ട് പുറത്തേക്ക് ഇറങ്ങി. പാർവതിയുടെ ഏട്ടന് കുഴപ്പമില്ലെന്നറിഞ്ഞതും ശ്രീനന്ദയ്ക്ക് വല്ലാത്തൊരു ആശ്വാസം തോന്നി. അതുകൊണ്ട് തന്നെ നല്ല ഉത്സാഹത്തിലായിരുന്നു അവൾ പഠിക്കാനിരുന്നത്. കുറച്ചുനേരം പഠിച്ചു. പിന്നെ പതിവ് പോലെ താഴെ പോയി വിളക്ക് വെച്ച് വീണ്ടും വന്ന് പഠിക്കാനായി ഇരുന്നു. അന്ന് പതിവില്ലാതെ ആഹാരം കഴിക്കാനായി ആദ്യം ഡൈനിങ് ഹാളിലേക്ക് എത്തിയത് അഥർവും ആര്യനുമായിരുന്നു. ഇന്ദിര അല്പം തിരക്കിട്ട പണികളിലാണ്. പിറ്റന്നേക്കുള്ള ഇഡലിക്കായി മാവ് അരച്ചെടുക്കുകയായിരുന്നു അവർ. ഇന്ദിരയെ താഴെ എങ്ങും കാണാത്തതുകൊണ്ട് തന്നെ അഥർവ് നേരെ അടുക്കളയിലേക്ക് ചെന്നു. അവൻ അങ്ങനെ അധികം അടുക്കള ഭാഗത്തേക്കൊന്നും വരാറില്ല. അതുകൊണ്ട് തന്നെ ഇന്ദിര ഒട്ടൊരു കൗതുകത്തോടെയാണ് അവനെ നോക്കിയത്. അപ്പോഴേക്കും അവർ അരി അരച്ച് തീർന്നിരുന്നു. മിക്സിയുടെ ജാറ് കഴുകിക്കൊണ്ടിരിക്കുമ്പോഴേക്കും അഥർവ് അവരെ വിളിച്ചു. അമ്മേ, എന്താടാ, വിശപ്പായോ? ഞാൻ ദാ ഇപ്പൊ കഴിക്കാനെടുത്തു വെക്കാം. അതല്ലമ്മേ, ശ്രീനന്ദയ്ക്ക് ഒരു ഫോൺ വാങ്ങണ്ടേ? ആഹാ, അത് എന്നോടാണോ ചോദിക്കുന്നത്? നിന്റെ ഭാര്യയ്ക്ക് നീ ഫോൺ വാങ്ങി കൊടുക്കുന്നതിന് എന്റെ അനുവാദം വേണോ? ഇന്ദിര തമാശ പോലെ അത് പറഞ്ഞപ്പോൾ അഥർവിന്റെ മുഖം മാറി. നീ എന്നെ നോക്കി ദേഷ്യപ്പെടാൻ വേണ്ടി ഞാനൊന്നും പറഞ്ഞില്ലല്ലോ അഥർവ്. പിന്നെ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയുമ്പോഴാണോ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാനും സീരിയസ് ആയിട്ട് തന്നെയാ പറഞ്ഞത്. ശ്രീനന്ദ നിന്റെ ഭാര്യയല്ലേ? അതിലെന്തെങ്കിലും സംശയമുണ്ടോ? അഥർവ് ഒന്നും എതിർത്ത് പറയാതെ നിൽക്കുന്നത് ചെറിയ ചിരിയോടെ നോക്കിക്കണ്ടു ഇന്ദിര. അപ്പോ എന്റെ മോന് അവളെ അംഗീകരിച്ചു തുടങ്ങി. അവർ മനസ്സിലോർത്തു, നീ പറഞ്ഞത് ശരി തന്നെയാണ്. ശ്രീനന്ദയ്ക്കൊരു ഫോൺ വാങ്ങി കൊടുക്കണം. അതും എത്രയും പെട്ടെന്ന് തന്നെ. ആ കുട്ടിക്ക് എന്തെങ്കിലും അത്യാവശ്യമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ വിളിക്കണമെങ്കിൽ ഒരു ഫോൺ സ്വന്തമായിട്ടുള്ളത് തന്നെയാ നല്ലത്. നീ എന്തായാലും അവളെയും കൂട്ടി ഏതെങ്കിലും മൊബൈൽ ഷോപ്പിൽ പോയി അവൾക്ക് ഇഷ്ടമുള്ള ഒരു ഫോൺ വാങ്ങിക്കൊടുക്ക്. 2 ദിവസത്തിനകം വാങ്ങാം. അഥർവ് ആലോചനയോടെ പറഞ്ഞു. പാർവതിയുടെ ഏട്ടന് കുഴപ്പമൊന്നുമില്ലെന്ന് അറിഞ്ഞിട്ടും എന്തോ ശ്രീനന്ദയ്ക്ക് മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അതോടെ അവൾ തിരിച്ചറിഞ്ഞു തന്റെ വിഷമം അതേ ചുറ്റിപ്പറ്റിയല്ലെന്ന്. അല്പനേരം ആലോചനയോടെ ഇരുന്നവളുടെ മനസ്സിൽ അഥർവിന്റെ മുഖം തെളിഞ്ഞു വന്നു. അതേസമയം തന്നെ അവളുടെ ചുണ്ടിൽ ഒരു നേർത്ത പുഞ്ചിരി സ്ഥാനം പിടിച്ചെങ്കിലും പെട്ടെന്ന് തോന്നിയ ഏതോ ഒരു ഓർമ്മയുടെ പുറത്ത് അവൾ വിലങ്ങനെ തലയാട്ടി. തന്റെ ഉള്ളിലെ ചിന്തയെ വഴിതിരിച്ചു വിടാൻ ശ്രമിച്ചെങ്കിലും ഏറെ മിഴിവോടെ അഥർവിന്റെ മുഖം അവളുടെ മനസ്സിൽ തെളിഞ്ഞു വന്നു. ഇതിപ്പോ പെട്ടെന്ന് എന്താണെന്ന് എനിക്ക് പറ്റിയത്? മുൻപൊക്കെ പഠിക്കാൻ ബുക്കും എടുത്തിരുന്നതിനാൽ മറ്റൊരു ചിന്തയും മനസ്സിലേക്ക് കടന്നു വരുന്നില്ലായിരുന്നു. അന്നൊക്കെയുള്ള തന്റെ ഏക പ്രശ്നം പഠിക്കാൻ സമയം തികയുന്നില്ല എന്നുള്ളതായിരുന്നു. എന്നാൽ ഇന്ന് ആവശ്യത്തിലേറെ സമയം കിട്ടിയിട്ടും എന്തുകൊണ്ടാണ് തനിക്ക് താൻ ഉദ്ദേശിച്ച രീതിയിൽ പഠിച്ചെടുക്കാൻ കഴിയാത്തത്? എല്ലാത്തിനും കാരണം അഥർവാണോ? അവൾ അസ്വസ്ഥതയോടെ ഓർത്തു. ഇടയ്ക്ക് എപ്പോഴോ ക്ലോക്കിലേക്ക് കണ്ണ് തെറ്റിയപ്പോഴാണ് സമയം 11 മണിയോട് അടുക്കാറായിരിക്കുന്നു എന്നറിഞ്ഞത്. ഈശ്വര, അവരെല്ലാരും ഉറങ്ങിയിട്ടുണ്ടാവുമോ? അതും ആലോചിച്ചുകൊണ്ടാണ് ലൈറ്റ് ഓഫ് ചെയ്ത് നേരെ അഥർവിന്റെ മുറി ലക്ഷ്യമാക്കി പോയത്. ഇപ്പോഴിപ്പോൾ രാത്രി ശ്രീനന്ദ വരാറുള്ളത് കൊണ്ട് അഥർവ് മുറിയുടെ വാതിൽ കുറ്റിയിടാറില്ല. മാത്രമല്ല, ലൈറ്റ് ഓഫ് ചെയ്തില്ല. അന്നും അതുപോലെ ഒരു ദിവസമായിരുന്നു. പക്ഷെ ഡോർ തുറന്ന് അകത്തേക്ക് കയറിയ ശ്രീനന്ദയ്ക്ക് ഒരു ഞെട്ടൽ. ബെഡിൽ ആരുമില്ല, അഥർവ് മാത്രമുണ്ട്. അവനാണെങ്കിൽ ഉറങ്ങിയിട്ടുമില്ല. ഫോണിൽ എന്തോ നോക്കിക്കൊണ്ട് ബെഡിന്റെ ഹെഡ് റെസ്റ്റിൽ ചാരിയിരിക്കുകയാണ്. ശ്രീനന്ദ മുറിയിലേക്ക് വന്നുവെന്ന് കണ്ടതും ഫോണിൽ നോക്കിയിരുന്ന അഥർവിന്റെ ശ്രദ്ധ അവളിലേക്കായി. അവൻ ഫോൺ സൈഡ് ടേബിളിൽ മാറ്റിവെച്ച ശേഷം ഇരു കൈയും കെട്ടി അവളെ നോക്കി. എന്താ ശ്രീനന്ദ, കിടക്കുന്നില്ലേ? അല്ല, ആര്യൻ ആര്യൻകുട്ടൻ എവിടെ? വിറച്ചു വിറച്ചാണ് ചോദിക്കുന്നത്. ആ, അത് അവനിന്ന് അച്ചമ്മയുടെ കൂടിയാ കിടക്കുന്നതെന്ന് പറഞ്ഞു. പെട്ടെന്ന് അഥർവിന്റെ വായിൽ നിന്നും ആ വാക്കുകൾ കേട്ടതും അറിയാതെ ഉമിനീരിറക്കിപ്പോയി ശ്രീനന്ദ. എങ്കിൽ എങ്കിൽ ഞാൻ എന്റെ റൂമിൽ കിടന്നോളാം. വിക്കി വിക്കി ഒരുവിധം അവളത് പറഞ്ഞൊപ്പിച്ചു. അതെന്താ, ആരിനില്ലെങ്കിൽ ഈ മുറി കിടക്കാൻ ശ്രീനന്ദയ്ക്ക് പേടിയാണോ? പെട്ടെന്ന് അഥർവത് ചോദിച്ചതും ശ്രീനന്ദ അല്ല എന്ന അർത്ഥത്തിൽ തലചലിപ്പിച്ചു. പിന്നെന്താ പ്രശ്നം?
അല്പം രൂക്ഷമായി അതിർവത് ചോദിച്ചതും പിന്നീടൊന്നും ചോദിക്കാനോ പറയാനോ നിൽക്കാണ്ട് ശ്രീനന്ദ പതിയെ കിടക്കയിലേക്ക് കിടന്നു. കിടന്ന പാടെ അവൾ കാൽച്ചുവട്ടിൽ കിടന്ന ബ്ലാങ്കറ്റ് എടുത്ത് തലവഴി മൂടി. അവളുടെ ആ പ്രവൃത്തി കാണെ അതിർവിന് ചിരി പൊട്ടിയെങ്കിലും അവനത് കടിച്ചു പിടിച്ച് വീണ്ടും ഫോൺ കയ്യിലെടുത്ത് അതിലെന്തോ നോക്കിക്കൊണ്ടിരുന്നു. തലവഴി ബ്ലാങ്കറ്റ് ഇട്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് അനങ്ങുന്ന ശ്രീനന്ദയെ കാണുമ്പോൾ അതിർവിന് മനസ്സിലായി അവൾ ഉറങ്ങിയിട്ടില്ലെന്ന്. ഇടയ്ക്ക് എപ്പോഴോ ശ്രീനന്ദ പതിയെ ബ്ലാങ്കറ്റ് താഴ്ത്തി കണ്ണുകൾ മാത്രം പുറത്തേക്കാക്കിക്കൊണ്ട് അതിർവിന് നേർക്ക് നോക്കിയതും അവൻ അവളെ നോക്കിയതും ഒരേ സമയം. ഇരുവരുടെയും മിഴികൾ തമ്മിലിടഞ്ഞു. അതിർവ് പുരിക ഉയർത്തി കാര്യം എന്തെന്ന് അന്വേഷിച്ചപ്പോഴേക്കും ശ്രീനന്ദ മിഴികൾ ഇറുക്കി ചിമ്മി അടിച്ച് ഒന്നുമില്ലെന്ന് പറയാതെ പറഞ്ഞു. ഈ പാതിരാത്രി ഒളിച്ചു കളിക്കാനാണോ ശ്രീനന്ദയുടെ പ്ലാന്? അതിർവ് അല്പം രൂക്ഷമായത് ചോദിച്ചതും അവൾ പുതപ്പ് പതിയെ മുഖത്തിന് താഴേക്കാക്കി. ഉറങ്ങണോ എന്നൊരു ചിന്തയില്ലേ? നാളെ കോളേജിൽ പോകാനുള്ളതല്ലേ? അതിർവ് ചോദിച്ചപ്പോ അവനെ നേർക്ക് നോക്കി തലകുലുക്കിക്കൊണ്ട് പതിയെ തിരിഞ്ഞു കിടന്നവൾ ആ കിടപ്പിൽ എപ്പോഴോ അവൾ ഉറങ്ങിപ്പോയി. പതിവ് പോലെ രാവിലെ ഉറങ്ങി എഴുന്നേക്കുമ്പോ അരികിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അതിർവ് വർക്കൗട്ട് ചെയ്യാൻ പോയിരിക്കുന്നു. ഏറെ നേരം ബെഡിലിരുന്ന ശേഷം പിന്നീട് ശ്രീനന്ദ ഫ്രഷായി താഴേക്ക് ചെന്നു. അവൾ അവിടെ ചെല്ലുമ്പോൾ എന്നത്തെയും പോലെ അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. കസേര നീക്കിയിട്ട് ശ്രീനന്ദ ഇരിക്കാൻ തുടങ്ങിയപ്പോഴേക്കും തന്നെ അതിർവിന്റെ വിളി വന്നു. ശ്രീനന്ദ! പെട്ടെന്ന് അതിർവ് വിളിച്ചതും അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി. ഇന്ന് കോളേജ് കഴിഞ്ഞിട്ട് പെട്ടെന്ന് അതിർവ് അത് പറഞ്ഞപ്പോൾ കാര്യം മനസ്സിലാകാത്തതുപോലെ ശ്രീനന്ദ ഇന്ദ്രയുടെയും മാധവന്റെയും മുഖത്തേക്ക് മാറി മാറി നോക്കി. അവരുടെ രണ്ടുപേരുടെയും മുഖത്താണെങ്കിൽ ഭാവവ്യത്യാസങ്ങൾ ഒന്നും തന്നെയില്ല. ഞാൻ സംസാരിക്കുമ്പോ എന്റെ മുഖത്തേക്ക് നോക്കണം. പെട്ടെന്ന് അതിർവത് പറഞ്ഞതും ഇന്ദ്രയ്ക്ക് ചെറിയ രീതിയിൽ ചിരി വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ വേഗം അടുക്കളയിലേക്ക് പോയി കളഞ്ഞു. മാധവനാണെങ്കിൽ കുനിഞ്ഞിരുന്ന് ആഹാരം കഴിക്കുന്ന പോലെ ആക്ട് ചെയ്തു. എന്താ കാര്യം? ചെറുവിക്കലോടെ അവൾ ചോദിച്ചു. കോളേജിൽ നിന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ലേറ്റ് ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് എപ്പോഴും വന്ന് അന്വേഷിക്കാൻ ആർക്കും സമയമുണ്ടാവില്ല. ഇന്നത്തോടെ അതിനെല്ലാം തീരുമാനമാക്കണം. ശ്രീനന്ദ അതിർവിന്റെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി. അവളോടുള്ള കരുതലാണ് ആ സംസാരത്തെ നിറഞ്ഞു നിൽക്കുന്നത് അത്രയും. പക്ഷേ ദേഷ്യത്തിന്റെ മേമ്പടിയോടെയാണ് അവൻ സംസാരിച്ചത്. മാധവനും ഇന്ദ്രയ്ക്കും കാര്യം മനസ്സിലായെങ്കിലും ശ്രീനന്ദ അതെടുത്തത് മറ്റൊരു രീതിയിലാണ്. ഒരുപക്ഷെ താൻ ഇങ്ങനെ പറയാതെയും ചോദിക്കാതെയും കോളേജിൽ നിന്നൊക്കെ താമസിച്ചു വരുന്നത് അതിർവിന് ബുദ്ധിമുട്ടായി എന്ന് അവൾക്ക് തോന്നി. സോറി, ഞാൻ ഇനി ശ്രദ്ധിച്ചോളാം. ഞാനിനി ആരുടെയെങ്കിലും ഫോണിൽ നിന്ന് ഉറപ്പായിട്ടും വിളിച്ചു പറഞ്ഞേക്കാം. ശ്രീനന്ദ അതിർവിനെ ഒന്ന് നോക്കി. തെറ്റ് ചെയ്ത കുട്ടിയെപ്പോലെ മുഖം കുനിച്ചു നിന്നുകൊണ്ടാണ് പറയുന്നത്. തൽക്കാലം അതിന്റെ ആവശ്യമില്ല. അതിർവ് അങ്ങനെ പറഞ്ഞപ്പോ ശ്രീനന്ദയ്ക്ക് കാര്യം മനസ്സിലായില്ല. അപ്പോഴേക്കും അതിർവ് കഴിച്ചെഴുന്നേറ്റു. പ്രത്യേകിച്ചൊന്നും വിട്ടുപറയാതെ അവൻ നേരെ കൈകഴുകി മുകളിലേക്ക് നടന്നു. ശ്രീനന്ദ കാര്യം എന്തെന്ന് മനസ്സിലാവാതെ ഇന്ദ്രയും മാധവനെയും മാറി മാറി നോക്കി. അവർക്ക് രണ്ടുപേർക്കും ഏകദേശം ധാരണയുണ്ടായിരുന്നു അതിർവ് എന്തിനാണ് ശ്രീനന്ദയോട് കോളേജിന്റെ ഫ്രണ്ടിൽ തന്നെ നിൽക്കാൻ പറഞ്ഞതെന്ന്. എന്നത്തെയും പോലെ അന്നും അതിർവായിരുന്നു ശ്രീനന്ദയെ ബസ് സ്റ്റോപ്പിൽ ഇറക്കിയത്. വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പ് വരെയുള്ള യാത്രയിൽ പോലും ഇരുവരും അധികമൊന്നും സംസാരിച്ചില്ല. പാർവതി ഇല്ലാത്തതുകൊണ്ട് തന്നെ ക്ലാസ് ഒക്കെ വളരെ മടുപ്പായി തോന്നി നന്ദയ്ക്ക്. ആകെയുള്ള ഒരു കൂട്ടാണ് പാർവതി. അവൾ ഇനിയും 2 ദിവസം കഴിഞ്ഞാലേ കോളേജ് വന്ന് തുടങ്ങുമെന്നാണ് പറഞ്ഞത്. എങ്ങനെയൊക്കെയോ ഒരുവിധം വൈകുന്നേരം വരെ കഴിച്ചു കൂട്ടിയവൾ അതിർവ് വരുമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ എന്തായാലും വെയിറ്റ് ചെയ്യാൻ അവർ തീരുമാനിച്ചു. കോളേജ് ഗേറ്റിന്റെ ഫ്രണ്ടിൽ ശ്രീനന്ദ ചെന്ന് നിന്നു. ഏകദേശം 10-15 മിനിറ്റോളം നിന്ന ശേഷമാണ് അതിർവിന്റെ കാറ് കോളേജിന് മുൻപിലേക്ക് വന്നത്. ഗ്ലാസ് താഴ്ത്തി വരാൻ അതിർവ് കൈകൊണ്ട് വരാൻ ആംഗ്യം കാണിച്ചതും ശ്രീനന്ദ ധൃതിയിൽ നടന്നു ചെന്ന് കാറിലേക്ക് കയറി. അല്പദൂരം മുൻപോട്ട് പോയിട്ടും അതിർവ് ഒന്നും സംസാരിക്കുന്നില്ല. ശ്രീനന്ദ പതിയെ ഒരു സംഭാഷണത്തിന് തുടക്കം കുറിച്ചു. നമ്മൾ എവിടേക്കാ പോകുന്നത്? ചോദിച്ചിട്ടും അതിർവ് ഒന്നും മിണ്ടുന്നില്ലെന്ന് കണ്ടു ശ്രീനന്ദയ്ക്ക് പരിഭവം തോന്നി. ആ കുഞ്ഞുമുഖം വീർത്ത് ഒരു കുട്ടിക്കലം പോലെ ആയിരിക്കുന്നു. അവനെ ശ്രദ്ധിക്കാതെയുള്ള അവളുടെ ആ ഇരിപ്പും മുഖത്തെ ദേഷ്യവും ഒക്കെ കണ്ടതും എന്തോ ഒരു ചെറിയ കുട്ടിയുടെ ചേഷ്ടകൾ പോലെയാണ് അതിർവിന് തോന്നിയത്. അവരുടെ കാറ് മാളിന്റെ പാർക്കിങ്ങിൽ ചെന്നാണ് പിന്നെ നിന്നത്. അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് ആയതുകൊണ്ട് തന്നെ
നല്ല ഇരുട്ടായിരുന്നു. കാർ നിർത്തി അഥർവ് പുറത്തേക്കിറങ്ങി. ശ്രീനന്ദ അപ്പോഴും ഗ്ലാസിനുള്ളിലൂടി ഒരു പകപ്പോടെ ചുറ്റും കണ്ണുകൾ പായിക്കുവാണ്. താൻ ഇറങ്ങുന്നില്ലേ? അഥർവിന്റെ ചോദ്യം കാതിൽ പതിഞ്ഞതും പതിയെ ഡോർ തുറന്ന് ശ്രീനന്ദ ഇറങ്ങി. മുന്നോട്ട് നടന്ന് അഥർവിനു പിന്നാലെ അവളും ചെന്നു. വിശാലമായ മാളിന്റെ ഉള്ളിലേക്ക് നടന്നു കയറിയത് അവൾ അഥർവിനെ ഇടം കണ്ടിട്ടൊന്നു നോക്കി. അവളുടെ കണ്ണുകളിൽ നിറഞ്ഞു നിന്നത് അത്രയും ഇപ്പോഴെന്തിനാണ് ഇവിടേക്ക് വന്നത് എന്നൊരു ഭാവമായിരുന്നു. വാ, അഥർവ് വിളിച്ചപ്പോ അവൾ അവനൊപ്പം നടന്നു. യൂണിഫോമാണ് ശ്രീനന്ദയുടെ വേഷം. കോളേജിൽ കൊണ്ടുപോകുന്ന ബാഗൊക്കെ കാറിനകത്ത് തന്നെ വെച്ചിട്ടാണ് വന്നത്. രാവിലെ വീട്ടിൽ നിന്ന് കോളേജിലേക്ക് പോയതുപോലെയല്ല. മുടിയൊക്കെ അല്പം പാറിപ്പറഞ്ഞിട്ടുണ്ട്. കറുത്ത കുഞ്ഞു പൊട്ടിനു മുകളിൽ വെള്ളച്ചന്ദനം പാതി അടർന്നു പോയിരിക്കുന്നു. എങ്കിലും സുന്ദരിയാണവൾ. മുഖത്തെടുത്തു പറയാവുന്ന തരത്തിൽ യാതൊരുവിധ ചമയങ്ങളുമില്ല. കഴുത്തിൽ നേർത്ത നൂല് പോലെ ഒരു മാല കിടപ്പുണ്ട്. അമ്മയുടേതെന്ന് അമ്മാവൻ അവസാനമായി പറഞ്ഞു നൽകിയതാണ്. അഥർവ് വിവാഹത്തിനിട്ട മാലയൂരി അലമാരയുടെ ഡ്രോയിലാണ് വെച്ചത്. മറ്റൊന്നും കൊണ്ടല്ല, അത്രയും കനമുള്ള മാലയൊക്കെ ഇട്ട് കോളേജിൽ പോകാൻ അവൾക്ക് എന്തോ ഒരു വല്ലായ്മ തോന്നി. അതുകൊണ്ട് തന്നെ അഥർവ് കെട്ടിക്കൊടുത്ത താലി കഴുത്തിൽ കിടക്കുന്ന നൂല് പോലെയുള്ള മാലയുടെ തുമ്പത്താണ് ഇട്ടിരിക്കുന്നത്. മാള് കണ്ട മാത്രമേ തന്നെ പെണ്ണിന്റെ കണ്ണൊക്കെ ഒന്ന് വിടർന്നിട്ടുണ്ട്. കാര്യം അവളിപ്പോ 2ാം തവണയാണ് ഇവിടേക്ക് വരുന്നത്. അന്ന് ആദ്യമായി വന്നത് അഥർവിന്റെ കൂടെ തന്നെയായിരുന്നു. ചുറ്റും കാണുന്ന ലൈറ്റിലേക്കും ഓണം സീസൺ ആകാറായതുകൊണ്ട് തന്നെ പ്രതിമകളിലുമൊക്കെ ട്രഡീഷണൽ ഡ്രസ്സുകൾ ഇടിപ്പിച്ച് നിർത്തിയിരിക്കുന്നു. അവളുടെ കണ്ണുകൾ അതിലൂടെയെല്ലാം ഓടി നടന്നു. അവർക്ക് കയറാനുള്ള കട കഴിഞ്ഞിട്ടും ശ്രീനന്ദ മുൻപിലേക്ക് നടക്കുന്നത് കണ്ട് അഥർവ് അവളുടെ കയ്യിൽ കയറി പിടിച്ചു. ഇതെങ്ങോട്ടായി പാഞ്ഞു പോകുന്നത്? അവൻ ചോദിച്ചു. പെട്ടെന്ന് അവൻ പിടിച്ച കൈയിലേക്കും അവന്റെ മുഖത്തേക്കും മാറി മാറി നോക്കി ശ്രീനന്ദ. അഥർവ് പതിയെ കയ്യിലെ പിടുത്തു അയച്ചു. അപ്പോഴാണ് അവൾ ശ്രദ്ധിക്കുന്നത്. മൊബൈൽ ഷോപ്പിനുള്ളിലേക്കാണ് അഥർവ് അവളെയും കൊണ്ട് കയറി പോകുന്നത്. മാളിനുള്ളിലെ തന്നെ ആപ്പിളിന്റെ ഔട്ട്ലെറ്റിലേക്കാണ് അവർ പോയത്. അവരെ കണ്ട മാത്രമേ തന്നെ ഒരു പയ്യൻ അവർക്കടുത്തേക്ക് വന്നു. ഏത് മോഡലാണ് സർ നോക്കുന്നത്? അവൻ ചോദിച്ചതും അഥർവിന്റെ നോട്ടം ശ്രീനന്ദയ്ക്ക് നേരെ നീണ്ടു. അവൾക്കാണെങ്കിൽ ഇതിനെപ്പറ്റി യാതൊരു ഗ്രാഹ്യവുമില്ല. അതുകൊണ്ട് തന്നെ അവൾ ദയനീയമായി അഥർവിനെ നോക്കി. ആർക്കാണ് സർ ഫോൺ നോക്കുന്നത്? മേഡത്തിനാണോ? പയ്യൻ സംസാരം തുടങ്ങി വെച്ചു. അതെ, വൈഫിനു വേണ്ടിയാണ് നോക്കുന്നത്. പെട്ടെന്ന് അഥർവിന്റെ വായിൽ നിന്ന് വൈഫ് എന്ന് കേട്ടതും ശ്രീനന്ദ വിശ്വാസം വരാത്ത പോലെ അവനെ നോക്കി. അവനാണെങ്കിൽ റാക്കിൽ നിർത്തിവെച്ചിരിക്കുന്ന ഫോണുകൾ ഓരോന്നും നോക്കുന്ന ധൃതിയിലാണ്. ഒട്ടും കുറയ്ക്കാൻ പോയില്ല. ആപ്പിളിന്റെ ലേറ്റസ്റ്റ് മോഡലായ ഐഫോൺ 17 പ്രോ മാക്സ് ആണ് ശ്രീനന്ദയ്ക്ക് വേണ്ടി അഥർവ് തിരഞ്ഞെടുത്തത്. പല പല കളറുകൾ അവൈലബിൾ ആയതുകൊണ്ട് തന്നെ അവൾക്ക് ഏത് കളർ വേണമെന്ന് മാത്രം അവൻ ചോദിച്ചു. വെള്ളക്കളർ അവർ തിരഞ്ഞെടുത്തു. ബില്ല് ചെയ്യാൻ പോയ സമയത്ത് ഫോണിന്റെ വില കേട്ട് ശരിക്കും ശ്രീനന്ദ ഞെട്ടിയത്. അതേ ഞെട്ടലോടെ അവൾ അഥർവിന്റെ മുഖത്തേക്ക് നോക്കി. അവിടെ പിന്നെ സ്ഥായി ഭാവമാണ്. പിന്നെ മെല്ലെ അവന്റെ കയ്യിൽ തോണ്ടി. എന്ത് എന്നെ അർത്ഥത്തിൽ അഥർവ് പുരികമുയർത്തിയതും പയ്യെ ചൂണ്ടുവിരലിന്റെ പകുതി മാത്രം പൊക്കി കാണിച്ചു. ഒരു കാര്യം പറയാനുണ്ട് എന്ന രീതിയിൽ. എന്താണ്? പറ. അഥർവ് അവളെയും കൊണ്ട് ഷോപ്പിൽ തന്നെ അല്പം അകന്നു മാറി. എനിക്ക് ഇത്രയും വിലയുള്ള ഫോണൊന്നും വേണ്ട, ശ്രീനന്ദ അവനെ നോക്കി പറഞ്ഞു. ഓ, ഇതായിരുന്നോ എന്ന ഭാവത്തിൽ അഥർവ് അവളെ നോക്കി. പിന്നീട് അവളുടെ ആ സംസാരം കേട്ടതായി പോലും ഗൗനിക്കാതെ നേരെ ചെന്ന് പേയ്മെന്റ് കൊടുത്തു. എന്തോ പെട്ടെന്ന് തോന്നിയ ഒരു ഉൾപ്രേരണയുടെ പുറത്ത് അഥർവ് ചൂണ്ടുവിരൽ കൊണ്ട് അവളുടെ വേർതിരിക്കുന്ന കവളിൽ കുത്തിയതും മിഴിഞ്ഞുപോയ കണ്ണുകളോടെ അവനെ നോക്കി നിന്നു നന്ദ. ഇങ്ങനെ കണ്ണും തള്ളി നിന്നാ മതിയോ? തിരികെ വീട്ടിലേക്ക് പോകണ്ടേ? അഥർവ് ചോദിച്ചപ്പോഴാണ് ശ്രീനന്ദയും അതേപ്പറ്റി ആലോചിച്ചത്. ഇരുവരും മൊബൈൽ ഷോപ്പിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് തങ്ങൾക്ക് എതിർവശത്തോടി വരുന്ന ആ സ്ത്രീയില് അഥർവിന്റെ കണ്ണുകൾ ഉടക്കിയത്. നിമിനേരം കൊണ്ട് തന്നെ അവളും അവനെ കണ്ടിരുന്നു. അഥർവിന്റെ അധരങ്ങൾ മൗനമായി മന്ത്രിച്ചു. ജ്യോതി. അതേസമയം ജ്യോതിയുടെ നോട്ടം നീണ്ടത് അഥർവിലേക്കും അവനൊപ്പം നടന്നു വരുന്ന ആ ചെറിയ പെണ്ണിലേക്കുമായിരുന്നു. ജ്യോതിയെ ഒന്ന് നോക്കിക്കൊണ്ട് ശ്രീനന്ദയെ തോളിലൂടെ കൈയിട്ട് അവന്റെ ദേഹത്തോട് ചേർത്ത് പിടിച്ച് അവളുടെ മുൻപിലൂടെ നടന്നു നീങ്ങിയ അഥർവ്. എന്തോ അവനെ സംബന്ധിച്ചിടത്തോളം അതൊരു മധുര പ്രതികാരം കൂടിയായിരുന്നു. എന്നാൽ പെട്ടെന്നുണ്ടായ അഥർവിന്റെ ഈ പെരുമാറ്റത്തിൽ പകച്ചു നിൽക്കുവാണ് ശ്രീനന്ദ.
ജ്യോതി അവരെ പാസ് ചെയ്ത് പോയി കഴിഞ്ഞിട്ടും ശ്രീനന്ദ അഥർവിന്റെ മുഖത്തേക്ക് നോക്കി. ഒപ്പം അവൻ ചേർത്ത് പിടിച്ചിരിക്കുന്ന തോളിലേക്ക്. അവന്റെ കൈ പതിയെ അവളുടെ തോളിൽ നിന്ന് അടർന്നു മാറിയെങ്കിലും വിട്ടുകൊടുക്കാൻ ഭാവമില്ല എന്ന രീതിയിൽ ആ കൈകൾ നിമിനേരം കൊണ്ട് തന്നെ അവളുടെ കൈകളിൽ മുറുകിയിരുന്നു. പിന്നീട് അവൾ മറ്റൊന്നും മിണ്ടാൻ പോയില്ല. സൂക്ഷിച്ചു നോക്കിയാൽ മാത്രം മനസ്സിലാവുന്ന തരത്തിൽ ഒരു ചിരിയുണ്ടായിരുന്നു ഇരുവരുടെയും മുഖത്ത്. അഥർവിന്റെ കൈകൾക്കുള്ളിൽ ശ്രീനന്ദയുടെ കുഞ്ഞു കൈകൾ ഭദ്രമായിരുന്നു. കോളേജ് വിട്ട് താൻ നേരെ വന്നതല്ലേ, ആഹാരമൊന്നും കഴിച്ചില്ലല്ലോ, എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം. വേണ്ട, വീട്ടിൽ പോയിട്ട് മതി, അവൾ പറഞ്ഞു. അത് താനാണോ തീരുമാനിക്കുന്നത്? എനിക്ക് നല്ല വിശപ്പുണ്ട്, എന്തെങ്കിലും കഴിച്ചിട്ട് പോയാൽ മതി. അഥർവ് അതും പറഞ്ഞുകൊണ്ട് ശ്രീനന്ദയുടെ സമ്മതത്തിനൊന്നും കാത്തു നിൽക്കാണ്ട് അവളെയും പിടിച്ചു വലിച്ച് എസ്കലേറ്ററിലേക്ക് കയറി. പെട്ടെന്ന് ധൃതിയിൽ അവൻ പിടിച്ചതുകൊണ്ടും അവൾക്ക് ബാലൻസ് ലഭിക്കാതെ പോയതുകൊണ്ടും അവൾ താഴേക്ക് വീഴാൻ തുടങ്ങിയ സമയത്ത് അഥർവ് അവളെ വാരിയെടുത്ത് അവന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഇരുവരും ഒരുപോലെ ഭയന്നുപോയൊരു നിമിഷമായിരുന്നു അത്. ശ്രീനന്ദയ്ക്ക് ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ ആയിപ്പോയി. അവൾക്ക് അവന്റെ മുഖത്തേക്ക് നോക്കാനും കഴിയുന്നില്ല. വല്ലാത്തൊരവസ്ഥ. എസ്കലേറ്ററിൽ കയറി മുകളിൽ ചെല്ലുന്നിടം വരെ ഇരുവരും ഒന്നും മിണ്ടിയിരുന്നില്ല. ഫുഡ് കോർട്ടിലേക്ക് കയറി മെനു കാർഡ് എടുത്ത് ശ്രീനന്ദയുടെ മുമ്പിലേക്ക് നീക്കി വെച്ചു കൊടുത്തു അഥർവ്. അവന്റെ ഓരോ പ്രവൃത്തിയിലും വല്ലാത്തൊരു അധികാരഭാവമുണ്ടായിരുന്നു. തന്റെ സ്വന്തം എന്ന് തോന്നുന്നതിനോട് നമ്മൾ കാണിക്കുന്ന ഒരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, അത് തന്നെയായിരുന്നു ശ്രീനന്ദയോട് അഥർവിന് തോന്നിയത്. തുടരും. കഥ വായിച്ചിട്ട് ഇഷ്ടമായെങ്കിൽ മറക്കാതെ സപ്പോർട്ട് തരണേ.